സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം വിഭാഗത്തിന് 80% ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതെന്ന വാദം വസ്തുതാവിരുദ്ധമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 80-20 അനുപാതത്തിനായി യാതൊരു പഠനവും നടത്തിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടും ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാനുപാതികമായി വേണമെന്ന് സൂചിപ്പിക്കുന്നു. 2006 നവംബർ 30 കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ച സച്ചാർ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നീതിനിഷേധം തുടരുന്നത്. കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചാണ് 80% ആനുകൂല്യങ്ങളും മുസ്ലിം വിഭാഗത്തിനായി മാറ്റിവെക്കുന്നത് എന്നാണ് വകുപ്പിന്റെ വാദം. എന്നാൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ബംഗാൾ, ബീഹാർ ഉൾപ്പെടെ 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിം പിന്നോക്കാവസ്ഥ മാത്രമാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ മുസ്ലിം സമുദായം ഉയർന്ന നിലവാരത്തിലാണ് എന്നതും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിന് ഘടകവിരുദ്ധമായാണ് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ കേരളത്തിൽ മാത്രം ആനുകൂല്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുസ്ലിം വിഭാഗത്തിന് 80%, മറ്റ് 20% 5 മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമായി വീതം വയ്ക്കുന്നത്. ഇതിന് ന്യായീകരണമായി പാലൊളി കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പല കാരണങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും യാതൊരുവിധ പഠനവും നടത്തിയിട്ടില്ലെന്ന് 2019 ഒക്ടോബർ 14 സർക്കാർ തന്നെ വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വർഷങ്ങളായി തുടരുന്ന കടുത്ത അനീതിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു വിഭാഗം ഇതിനെ വർഗീയവാദമായി മുദ്രകുത്തുകയാണെന്നും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആരോപിക്കുന്നു. ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാനുപാതികമായി വേണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടും സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് സംബന്ധിച്ച സർക്കാരിനെതിരെ കോടതി വിധിയും നിലനിൽക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പാഠമാക്കി മാറ്റങ്ങൾക്ക് തയ്യാറാകാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തയ്യാറാകണമെന്നാണ് വിവിധ ന്യൂനപക്ഷ വിഭാഗ സംഘടനകളുടെ ആവശ്യം. സച്ചാർ, പാലൊളി കമ്മിറ്റികളുടെ പേര് പറഞ്ഞ് ഇനിയും സാമുദായിക വിവേചനം തുടരുന്നത് സർക്കാരിനോ വകുപ്പിനോ ഭൂഷണമല്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷം വർഷങ്ങളായി ഉന്നയിക്കുന്ന ആനുകൂല്യ വിവേചനത്തിന് പരിഹാരം കണ്ടെത്താൻ അധര വ്യായാമമല്ല കർമ്മപദ്ധതികളാണ് വേണ്ടതെന്ന് കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം പറഞ്ഞു. ക്രൈസ്തവർ നേരിടുന്ന വിവേചനം പഠിക്കാൻ ജസ്റ്റിസ് JB കോശി അധ്യക്ഷനായ സമിതിയെ വെച്ചത് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റുപറയാനാവില്ല. ഇക്കാര്യത്തിൽ ക്രൈസ്തവ വിവേചനം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഓർഡിനൻസ് ആണ് മന്ത്രിസഭയിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 70%-ലേറെ അനാഥശാലകളും വയോജന പരിപാലന കേന്ദ്രങ്ങളും നടത്തുന്നത് ക്രൈസ്തവ സഭയാണ്. എന്നാൽ സർക്കാർ നിയമിക്കുന്ന ബന്ധപ്പെട്ട ബോർഡുകളുടെ അധ്യക്ഷസ്ഥാനം നാളിതുവരെ ക്രൈസ്തവർക്ക് നൽകാൻ സർക്കാരുകൾ മടി കാണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഷിക്കേന ന്യൂസ്. സംസ്ഥാനത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണത്തിനായി രൂപീകരിച്ച സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ തെറ്റായ പ്രസ്താവനകൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടു. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനകൾ നടത്തുന്നത് അവസാനിപ്പിക്കുവാൻ മുഖ്യമന്ത്രി ശ്രമിക്കണമെന്നും തൃശൂർ അതിരൂപത ന്യൂനപക്ഷ അവകാശവേദി സെക്രട്ടറി റോണി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഫണ്ട് വിതരണത്തിൽ വലിയ വിവേചനമാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ മദ്രസ അധ്യാപകർക്ക് ന്യൂനപക്ഷ ക്ഷേമനിധി ബോർഡ് വഴി 1 രൂപ പോലും സർക്കാർ ധനസഹായം നൽകുന്നില്ലെന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻകുട്ടിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമാണെന്ന് റോണി അഗസ്റ്റിൻ സമർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് മദ്രസ ക്ഷേമനിധി ബോർഡ് വഴി വിതരണം ചെയ്യുന്നത്. മദ്രസ അധ്യാപന ക്ഷേമനിധി ബോർഡിൽ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമാണ് ഉൾപ്പെടുന്നത്. മറ്റ് ക്ഷേമനിധി ബോർഡുകൾ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല രൂപീകരിച്ചിട്ടുള്ളത്. മദ്രസ ക്ഷേമനിധി രൂപീകരണ സമയത്ത് 4 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആദ്യ ഘടുവായി നൽകിയതെന്ന് റോണി പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ ധനസഹായങ്ങളാണ് ഓരോ വർഷവും കേരളത്തിൽ മദ്രസ ക്ഷേമനിധി ബോർഡിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത്. മദ്രസ അധ്യാപന ക്ഷേമനിധി ബോർഡിൽ ഒരു മതത്തിലുള്ളവർ മാത്രമാണ് ഉൾപ്പെടുന്നത്. ആ മതത്തിലുള്ളവർക്കുള്ള മതപഠനത്തിനുള്ള സഹായമാണ് നൽകുന്നത്. 4 കോടി രൂപയാണ് മദ്രസ ക്ഷേമനിധി ബോർഡ് രൂപീകരണ സമയത്ത് സർക്കാർ ഗ്രാൻഡായി നൽകിയിട്ടുള്ളത്. ഓരോ വർഷവും മറ്റ് ക്ഷേമ പദ്ധതികൾക്കായിട്ടും ഫണ്ട് വകയിരുത്തി നൽകുന്നു. ഉദാഹരണത്തിന്, മദ്രസ അധ്യാപകരുടെ ഭവന നിർമ്മാണത്തിനായി പലിശരഹിത വായ്പയായി 2.5 ലക്ഷം രൂപയാണ് ക്ഷേമനിധി ബോർഡിലൂടെ നൽകുന്നത്. ഇത് 84 മാസത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി. 1 രൂപ പോലും പലിശ ഈടാക്കുന്നില്ല. മദ്രസ അധ്യാപകരുടെ വിവാഹത്തിന് 10,000 രൂപ ധനസഹായവും അവരുടെ 2 പെൺമക്കളുടെ വിവാഹത്തിന് 10,000 രൂപ ധനസഹായവും ലഭിക്കുന്നു. മദ്രസ അധ്യാപകർക്ക് ചികിത്സാ സഹായമായി 25,000 രൂപ വെച്ച് നൽകുന്നു.
മദ്രസ അധ്യാപികർക്ക് പ്രസവ ആനുകൂല്യമായി 15,000 രൂപ വെച്ച് 2 തവണ നൽകുന്നു. മദ്രസ ക്ഷേമനിധി ബോർഡിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ അംഗങ്ങൾക്ക് പലിശരഹിതമായി വായ്പ എടുക്കാം. 84 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയാകും. മദ്രസ അധ്യാപകരുടെ പെൺമക്കളുടെ വിവാഹത്തിന് 10,000 രൂപ വീതം നൽകുന്നുണ്ട്. മദ്രസ അധ്യാപകരുടെ പ്രസവാനുകൂല്യമായി 15,000 രൂപ നൽകി വരുന്നതായും റോണി അഗസ്റ്റിൻ പറഞ്ഞു. 2019 നവംബർ 18 മന്ത്രി KT ജലീൽ നിയമസഭയിൽ വ്യക്തമാക്കിയതിൽ പ്രകാരം മദ്രസ അധ്യാപകരുടെ പെൻഷൻ 1,500 രൂപയിൽ നിന്ന് 7,500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മുസ്ലിം വിധവകൾക്ക് വീട് വയ്ക്കാനായി 50 കോടി രൂപ സർക്കാർ വകയിരുത്തി. മറ്റു മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകളെ ഒഴിവാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമം അനുസരിച്ച് 5,000 കോടി രൂപയാണ് ഒരു വർഷം ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ചെലവിടുന്നത്. ഈ ഫണ്ടിൽ നിന്നും 2-3 കോടി രൂപ മുടക്കി സംസ്ഥാനത്ത് വ്യാപകമായി മദ്രസകൾ നിർമ്മിക്കുകയാണ്. മദ്രസകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കഴിഞ്ഞ ഡിസംബർ 20 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ കേരളം സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ ഒരു വിഭാഗത്തിന്റെ മദ്രസ നിർമ്മാണത്തിനായി കോടികൾ ചെലവഴിക്കുമ്പോൾ ക്രിസ്ത്യൻ പള്ളികൾക്കോ മറ്റു ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്കോ യാതൊരു പണവും നൽകാത്തത് വിവേചനമാണെന്നും ന്യൂനപക്ഷ അവകാശവേദി ആരോപിക്കുന്നു. ഇത്രയും വിവേചനം നിലനിൽക്കുമ്പോഴാണ് ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവന നടത്തുന്നതെന്നും റോണി അഗസ്റ്റിൻ വ്യക്തമാക്കി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ ഫണ്ട് വിതരണമെന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ പ്രസ്താവനയിൽ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്നും പാർട്ടി ദേശീയ സെക്രട്ടറി സണ്ണി തോമസ് ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ പ്രസ്താവന ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് 80-20 എന്ന അനുപാതത്തിൽ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നതിനാണ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. സച്ചാർ പാലൊളി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗത്തിന് ഫണ്ട് വിനിയോഗിക്കുന്നതെന്ന് പറയുന്നു. സംസ്ഥാനത്തെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക സ്ഥിതി പഠിക്കാൻ തയ്യാറാകണം. ഒരു മതവിഭാഗത്തിന് മാത്രമായി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സ്ഥിതി മാറണമെന്നും സണ്ണി തോമസ് പറഞ്ഞു. ഒരു വിഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ള റിപ്പോർട്ടുകൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള വിഭാഗത്തെക്കുറിച്ച് പഠിക്കാതെ ഒരു വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് മാത്രം സ്വീകരിച്ച് ഗവൺമെൻറ് അത് നടപ്പിലാക്കുന്നതിലുള്ള അപാകതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ അപാകത ഗവൺമെൻറ് മാറ്റണം എന്നാണ് ജനാധിപത്യ ഗവൺമെൻറ്റിനോട് ഈ വിഭാഗം ആവശ്യപ്പെടുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധാരണ പരത്തുന്നത് നിർത്തലാക്കണമെന്നും ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി ആവശ്യപ്പെട്ടു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സർക്കാരാണ് വേണ്ടത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതി മാറണമെന്നും സണ്ണി തോമസ് പറഞ്ഞു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ.